പുതുക്കാട് ടൗൺ കേന്ദ്രീകരിച്ചും സമീപ പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ഗ്രാമപഞ്ചായത്ത്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ നടപടികൾ ആരംഭിച്ചു. പുതുക്കാട് പഞ്ചായത്ത് 2-ാം വാർഡിലും പുതുക്കാട് ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം ബുധനാഴ്ച ചേർന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. യോഗത്തിന്റെ തീരുമാനപ്രകാരം വ്യാഴാഴ്ച രാവിലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, NSS വളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ വീട് കയറിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു പറഞ്ഞു. നമുക്കിപ്പോൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടിനനുസരിച്ച് 17 കേസോളം നിലവിലുണ്ട്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ഭരണസമിതി എല്ലാവരും കൂടി ആലോചിച്ച് നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, വ്യാപാരി വ്യവസായിയുടെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങളും കൂടിയിട്ടൊരു ചർച്ച നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സഡൻ ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ഇന്ന് തന്നെ രാവിലെ ഒരു സ്ക്വാഡായിട്ട്, അതായത് ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും പിന്നെ NSS ക്യാമ്പ് നടത്തുന്ന പ്രചോദിത കുട്ടികളുണ്ട്, പിന്നെ നാട്ടുകാരുണ്ട്, മെമ്പർമാരുണ്ട് കൂടെ, പിന്നെ വാർഡ് മെമ്പർ ജോളി ചുക്കിരിയുടെ നേതൃത്വത്തിൽ നല്ല വ്യാപകമായിട്ട് മുൻപ് തന്നെ അവിടെ അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വീടുകളും ഉള്ളിൽ കയറി പരിശോധിച്ച്, അതായത് ചെടിച്ചട്ടികളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി എങ്ങനെയാണെന്നുള്ളതൊരു ബോധവൽക്കരണം കൂടി കൊടുത്തുകൊണ്ട് ഇത് എവിടെ നിന്നാണ് ഈ സോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തടഞ്ഞില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകും. കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്ത പുതുക്കാട് ബസാർ റോഡ് മേഖലയിൽ കാനകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടോ എന്നറിയുന്നതിനായി ഹിറ്റാച്ചി ഉപയോഗിച്ച് കാനകൾ തുറന്ന് പരിശോധന നടത്തി. കാനകളിലേക്ക് മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിനായി ആരോഗ്യമേഖലയിലെ വിദഗ്ധരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പഞ്ചായത്ത് കത്ത് നൽകിയതായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും രോഗം പടരുന്നത് തടയാനും വേണ്ട മുഴുവൻ നടപടികളും സ്വീകരിക്കുമെന്നും വൈസ് പ്രസിഡന്റ് PA ജോജു പറഞ്ഞു. ഡെങ്കിപ്പനിക്ക് കാരണമായേക്കാവുന്ന അത് പരത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈഡിസ് കൊതുകുകളാണ്. അതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ഫീൽഡ് സർവേയും അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സർവേ, അതിൻ്റെ സ്ക്വാഡ് പ്രവർത്തകർ ഇപ്പോൾ വീടാന്തരം അതുപോലെ തന്നെ പുതുക്കാട് ബസാർ റോഡിലെ സ്ഥാപനങ്ങളിലെല്ലാം പരിശോധന നടത്തി അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക സാഹചര്യം നേരിടുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥരും ആശാപ്രവർത്തകരുമൊക്കെ ഈ സവിശേഷ സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിക്കുകയാണ്. കാനകളിലും വീട്ടുപരിസരങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്നും പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏതാനും നാളുകളായി പുതുക്കാട് പഞ്ചായത്തിന്റെ 2-ാം വാർഡിലും ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെങ്കി കേസുകൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ഏതായാലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒപ്പം ശുചീകരണ നടപടികളും കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. കൊതുകുകളാണ് ഈ രോഗം പടർത്തുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകിനെതിരെയുള്ള പ്രതിരോധമുണ്ടാക്കുക, മാലിന്യം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ജനങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാകേണ്ടത് എന്നാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. ഏതായാലും ഡെങ്കിപ്പനിക്കെതിരെ കൂടുതൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.